ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ സഹാറ അരുൺ എന്താണ്. ഞാൻ സഹാറ അരുൺ എന്ന് വിളിക്കുമ്പോൾ വേറെ ചിലർ മൊട്ട അരുൺ എന്നൊക്കെ വിളിക്കും. ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്, പിന്നെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഒരു ചാനലിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ തറ ലാംഗ്വേജ് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷേ പലരും മൊട്ട അരുൺ എന്ന് വളരെ അലങ്കാരമായിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടമാവുകയും ചെയ്തു. ഞാൻ പക്ഷേ അങ്ങനെ പറയുന്നില്ല, ഒരു സഹാറ അരുൺ എന്ന് പറയാം. അപ്പോൾ സഹാറ അരുൺ ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ വൈകുന്നേരം അടിപ്പൂട്ടി ചാനൽ പോലെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇരുന്ന് പിണറായി വിജയനെയും ഗവൺമെൻറ്റിനെയൊക്കെ ഇങ്ങനെ വെളുപ്പിച്ച് വല്ലാതെ കയറി വെളുപ്പിക്കും. ഈ അരുണൊക്കെ ഭയങ്കര വെളുപ്പീരാണ്. പിന്നെ അത്യാവശ്യം സ്മൃതി പരുത്തക്കാട് കോൺഗ്രസിന് അനുകൂലമായി പറയുന്നു എന്നൊക്കെ വരുത്തി തീർക്കും. ഒരു സുജയ പാർവതി ഉണ്ടായിരുന്നവർ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു തീർത്ത് എല്ലാവരെയും വോട്ട് പിടിക്കുന്ന എല്ലാവരുടെ മുന്നിൽ ഗുഡ് ബുക്കിൽ കയറുന്നൊരു ചാനലായി വന്നു. പക്ഷേ ഇന്നലെ വയനാടിലെ കോടതി ഒരു വിധി ഇറക്കിയിട്ടുണ്ട്. ഒരു വനിതാ ജഡ്ജിയാണ്. അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ, മുട്ടൽ സഹോദരന്മാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ മദ്യരാജാക്കന്മാരും പിന്നെ കള്ളക്കച്ചവടക്കാരും ലോട്ടറി കച്ചവടക്കാരും ചൂതടിക്കുന്നവരും കൊള്ളക്കാരും ഇതുപോലത്തെ മരമുറി കേസിൽപ്പെടുന്നവരും കാവട്യക്കാരും വീരപ്പന്മാരും ചമ്പൽ കൊള്ളക്കാരും ഒക്കെ ഇപ്പോൾ ചാനൽ തുടങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ മുട്ടൽ അഗസ്റ്റിൻ സഹോദരന്മാരെന്ന് പറയുന്നവർ തുടങ്ങിയ ചാനൽ, റിപ്പോർട്ടർ ചാനൽ നികേഷിൻ്റെ മേടിക്കുന്നു. ഇവർ വലിയ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളുകളെ വയ്ക്കുന്നു. ഒരുപാട് ചാനലുകളിൽ നിന്ന് ഒരുപാട് ആളുകളെ വലിയ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നു. വലിയ ബഹളം കാണിച്ചു. അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മലയാളികൾക്ക്, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പം എല്ലാം ക്ലിയർ ആയില്ലേ? ഒരു കടലാസ് പോലും കയ്യിലില്ലാതെ, തടി ലൈസൻസ് ഇല്ലാതെ, തടി വാങ്ങാനും വിൽക്കാനുമുള്ള ലൈസൻസ് ഇല്ലാതെ, പിന്നെ മരക്കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഇല്ലാതെ, ഒരു കടലാസ് പോലും ഇല്ലാതെ 20/3/2020 പിന്നെ മാർച്ച് മാസം 2020 മാർച്ച് മാസം 3-ാം തീയതി ഇറങ്ങിയ ഒരു ഓർഡർ വെച്ചുകൊണ്ട് അത് ജയത്തിലേക്കാണ് ആ ഓർഡർ ഇറക്കി കൊടുത്തത്. ജയത്തിലേക്കെന്ന് പറയുന്ന അത് ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അതൊരു നാണക്കേടാവും. കാരണം അദ്ദേഹം എന്തിനൊക്കെയാണ് വീഴുന്നത്, എന്തിനൊക്കെയാണ് അദ്ദേഹം അടിമപ്പെടുന്നതെന്നും അദ്ദേഹത്തിന് എന്ത് കൊടുത്താൽ അദ്ദേഹത്തെ കൊണ്ട് ഓർഡർ ഇറക്കിക്കാൻ പറ്റുമെന്നുള്ളത് സെക്രട്ടേറിയറ്റിലെ തൂണിനും തുരുമ്പിനും സകല പേർക്കും അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹവും ഏറ്റൊരു ഫൈറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ വീഡിയോ ചെയ്തതുമാണ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൗർബല്യം, ചിലർക്ക് വെള്ളം ദൗർബല്യം, ചിലർക്ക് പിന്നെ മദ്യം ദൗർബല്യം പോലെ, ചിലർക്ക് സ്ത്രീ ദൗർബല്യം, ചിലർക്ക് പൈസ ദൗർബല്യം, ചിലർക്ക് കമ്പ്യൂട്ടർ ദൗർബല്യം, ചിലർക്ക് ലാപ്ടോപ്പ്, ചിലർക്ക് മൊബൈൽ, ചിലർക്ക് വാഹനം, ഇങ്ങനെ പല ദൗർബല്യങ്ങളാണ് മനുഷ്യൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യത്തിൽപ്പെടുന്ന ആളാണ് ജയതിലകൻ എന്നുള്ളത് പച്ചയായ പരസ്യമായ രഹസ്യമാണത്. അപ്പം ഞാനകത്ത് വേറെ വ്യക്തിപരമായ അദ്ദേഹത്തെ ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ല. എനിക്കങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല, വ്യക്തിപരമായ ഒരു ആക്ഷേപം ഇല്ല, എനിക്കില്ല. കാരണം പക്ഷേ എങ്കിൽ പോലും വളരെ കൃത്യമായി അദ്ദേഹം ഡീസൻ്റായ ഓഫീസറാണ്, മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് വലിയ വാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഡീസൻ്റായ ഓഫീസറാണ്, അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല നമുക്ക്. പക്ഷേ ഡീസൻ്റായ ഒരു ചീഫ് സെക്രട്ടറി കൃത്യമായി റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ കൊടുത്തൊരു ഉത്തരവ് അത്ര ഡീസൻ്റ് അല്ല. ആ ഉത്തരവ് പ്രകാരമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന തടി മുറിച്ച് മാറ്റിയത്. അത് റവന്യൂ ഭൂമിയിൽ നിന്നും പട്ടയ ഭൂമിയിൽ നിന്നും പിറമ്പോക്ക് ഭൂമിയിൽ നിന്നൊക്കെ പറയുന്ന പലതരം ഭൂമികളുണ്ട്. ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെ ആയിട്ട് ഇതൊന്നും നമ്മൾ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. കാരണം ഇതെല്ലാം കൊള്ളയ്ക്ക് സഹായമായിട്ട് വച്ചിരിക്കുന്നതാണ്. റവന്യൂ ഭൂമി, പട്ടയ ഭൂമി, പിന്നെ പാട്ടഭൂമി, പിന്നെ പുറമ്പോക്ക്, ഇതൊന്നും നമ്മളൊന്നും ഒന്ന് ക്ലിയർ ചെയ്യില്ല. ക്ലിയർ ചെയ്താലുള്ള ഗുണം എന്താണ്? ഇതിനകത്തൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് ഡേറ്റ കറക്റ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടേക്കും, കുറേ പുറമ്പോക്ക് ഇട്ടേക്കും, കുറേ പാട്ടഭൂമി എന്ന് പറഞ്ഞിട്ടും, കുറേ പട്ടയഭൂമി എന്ന് പറഞ്ഞിട്ടും, കുറേ റവന്യൂ ഭൂമി എന്ന് പറഞ്ഞിട്ടും. ചില ഭൂമികൾ കരം തീർന്നതെന്ന് പറയും, ചിലത് കരം തീർത്തിട്ടില്ല എന്ന് പറയും, ചിലതിന് ഉടമസ്ഥ ഉണ്ടെന്ന് പറയും, ചിലതിന് ഉടമസ്ഥ ഇല്ലെന്ന് പറയും, റീസർവേ നടത്തുമെന്ന് പറയും. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് വളരെ വലിയ മൂലധന നിക്ഷേപമായി നിൽക്കുന്ന ഭൂമിയെ, ആ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളെ, വനത്തെ ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ സംഘാടകരായിട്ടുള്ള പ്രധാന സംരക്ഷകരായിട്ടുള്ള സർക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ആരെയാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത്? കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. വനം എന്ന് പറയുന്ന ഫ്ലോറയും ഫോണയും അടക്കമുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ, കേവലം കുറേ മരങ്ങൾ മാത്രമാണ്. നമ്മളെ വീടുകളിലൊക്കെ നിൽക്കുന്ന പോലെ കേവലം കുറച്ച് മരങ്ങൾ നിൽക്കുന്ന സ്ഥലമല്ലല്ലോ വനം. വനമെന്ന് പറയുന്നത് മരങ്ങളുണ്ട്, കോടാനുകോടി വൈവിധ്യമുള്ള ജന്തുവൈവിധ്യം, സസ്യവൈവിധ്യം, അങ്ങനെ വലിയ വൈവിധ്യങ്ങളുടെ, ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് വനം. അതാർക്കും അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ 150 വർഷം കൊണ്ട് കുറേ മരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരു ദേവകിയമ്മ, ഒരു കരീം സാഹിബ്, പിന്നെ കാസർഗോഡ് അരിപ്പയിൽ, ഇങ്ങനെ പല ആളുകളും വനമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ സ്വാഭാവികമായ വനമുണ്ടാകണമെങ്കിൽ, ജൈവ വൈവിധ്യമുള്ള വനമുണ്ടാകണമെങ്കിൽ
അതിൽ പക്ഷിമൃഗാദികളും പിന്നെ സസ്യവൈവിധ്യവും പിന്നെ ജന്തുവൈവിധ്യവും പക്ഷിമൃഗാദികളുടെ വൈവിധ്യവും ഒക്കെ വരണമെങ്കിൽ അതിനതിൻ്റേതായ സമയവും കാലവും എടുക്കും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിനെ ഈ മുട്ടൽ സഹോദരന്മാർ പോയി മൂട്ടിൽ വെച്ച് മുറിച്ചുകൊണ്ട് പോയല്ലോ, എന്നിട്ട് അത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. അവിടെ ഒരു DFO, അവിടെ ഒരു ഓഫീസർ വളരെ കൃത്യമായി നോട്ട് എഴുതിയത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഇത് അടിച്ചുകൊണ്ട് പോയനെ. അപ്പോൾ അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്തായാലും കോടതി ഇന്നലെ അറഞ്ചം പുറഞ്ചമാണ് കോടതി ഇന്നലെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെയും കുറേ മോദി വിരുദ്ധത, കുറേ പ്രതിപക്ഷത്തെ തെറി പറയുക, പിന്നെ ഭരണപക്ഷം ഒന്നുകൂടി വരുമെന്ന് പറയുക. ഈ അരുണൊക്കെ കിടന്ന് ഇങ്ങനെ മേയുന്ന കണ്ടാൽ എന്തൊരു ബഹളമാണ്. അപ്പോൾ ഇന്നലെ എന്നല്ല, അവർ കഴിഞ്ഞ കുറേ ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഗവൺമെൻറ്റിനെ പൂശി പഞ്ചാരടിച്ച് നിൽക്കുകയാണ്. എന്താ കാര്യം? ഇതാണ് പ്രധാന കാര്യം. മുട്ടിൽ മരമുറിയിൽ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെൻറ്റും പേപ്പറുകൾ കൊടുക്കുമ്പോൾ 2 വരിയെങ്കിലും ഇവർക്ക് അനുകൂലമായി എഴുതിയാൽ നല്ലതല്ലേ? പക്ഷെ കോടതി ഇതെല്ലാം വലിച്ചു കീറി. കോടതി ചോദിച്ചു, നിങ്ങൾക്കൊരു കടലാസെങ്കിലും ഇതിൻ്റെ ഓണർ നിങ്ങളാണെന്ന് പറഞ്ഞു. ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ഓർഡർ വെച്ചാണ് ഇത് മുറിച്ചത്? ഈ മുറിക്കാൻ തന്നിരിക്കുന്ന ഓർഡർ നിങ്ങൾക്ക് തന്ന ഓർഡറാണോ? അതിനെക്കുറിച്ച് പറയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളും കുടച്ചിലുകളും വന്നിട്ട് ഇന്ന് എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ വളരെ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് മരം മുറിച്ചാൻ? എന്നിട്ട് അവർ വന്ന് ഇപ്പുറത്തോട്ട് ചാനൽ തുടങ്ങി. മറ്റ് പല ചാനലുകളിൽ ആളുകളെ നല്ല പണം കൊടുത്ത് നല്ല പദവി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സീനിയർ കറസ്പോണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല പേരുകൾ, മോഹനമായ പേരുകളൊക്കെ കൊടുത്ത് നല്ല ശമ്പളവും കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന പണി ചെയ്യും. ഇവിടെ വന്നിരുന്നിട്ട് സന്ധ്യയ്ക്ക് വന്നിരുന്നിട്ട് മലയാളിയുടെ ബുദ്ധിയെയും മലയാളിയുടെ മേധാശക്തിയെയും ചോദ്യം ചെയ്യുന്ന കഥകളും യുക്തികളും അരുണമൊക്കെ ഇറക്കും. അപ്പോൾ അല്പം പാചകം അടിക്കാനും വർത്തമാനം പറയാനും ഒരു കഴിവുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളിനെ തള്ളിയിടാൻ പറ്റുമല്ലോ. അപ്പോൾ രാത്രിയെ പകലാക്കാം, പകലിനെ രാത്രിയാക്കാം, ഇരുട്ടിനെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ മനുഷ്യൻ്റെ മനസ്സുകളിൽ, മസ്തിഷ്കത്തിൽ കയറി കളിക്കുന്ന കുറേ കളികൾ നടത്തുന്ന ഒരധമ പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. അതിനൊരു ചാനലിനെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ വേറെ മോശമായ കളികളും കളിച്ചിട്ട് മറ്റ് ബാർ റേക്കിങ്ങിലൊക്കെ മുമ്പോട്ട് വരാൻ വേണ്ടി, ഒന്നാമതായി വരാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുക. അവസാനം കുറേ സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെയും ഡിജിറ്റൽ ചാനലുകൾക്കെതിരെയും യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഉൾപ്പെടെ, പിന്നെ സാറ്റലൈറ്റ് ചാനൽ 24 അടക്കമുള്ള സാറ്റലൈറ്റ് ചാനലുകൾക്കെതിരെ ബാംഗ്ലൂർ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേരളത്തിലാണ് ഈ പ്രശ്നം. ബാംഗ്ലൂർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസെടുത്ത് വലിച്ചു കീറി കളഞ്ഞിട്ട് കോടതി പറഞ്ഞു 10,000 രൂപ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒരു സംവിധാനം പോകുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം അതല്ല. അവർ മരം മുറിക്കുകയോ മുറിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല. ഒരു ചീഫ് സെക്രട്ടറി വളരെ കൃത്യമായി നമ്മുടെ വനസമ്പത്ത് സംരക്ഷിക്കേണ്ടുന്ന ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്തതിൻ്റെ മറവിൽ നടന്നിരിക്കുന്നു. അതിനെന്താണ് ഗവൺമെൻറ്റിന് പറയാനുള്ള ഉത്തരം എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. കോടതി അവിടെ നിൽക്കട്ടെ, കോടതി എന്ത് അഭിപ്രായമോ പറഞ്ഞോട്ടെ, കോടതി എന്ത് ശിക്ഷ വിധിച്ചോട്ടെ. പക്ഷേ കേരളത്തിലെ പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നറിയാൻ പൊതുജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്.